ഹലോ കൂട്ടുകാരെ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതിനുശേഷം സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവോള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. സവോള ഒന്ന് ജസ്റ്റ് വഴട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് 2 3 പച്ചമുളക് നമുക്ക് കൂട്ടിയെടുക്കാം. നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, വഴറ്റി കൊടുക്കാം. വേറെ എരിവിന് ചുവന്ന മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾ ആഡ് ചെയ്തോളൂ. പിന്നെ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം കുക്കറിൽ അടിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് അടിക്കാൻ വെക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിരുന്നു. അത് കാരണമാണ് കറിയിൽ വേറെ ഉപ്പൊന്നും ചേർക്കാത്തത്. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. കറി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.